നമ്മുടെ നാട്ടിൽ ഇപ്പം നല്ലവരായിട്ടുള്ള ഉണ്ണികളെ കൊണ്ട് ഇരിക്കാൻ മേലാത്ത അവസ്ഥയാണ്. പകല് മൊത്തം ലഹരിയെക്കുറിച്ച് ഘോരഘോരമായി പ്രസംഗിച്ച് രാത്രിയാകുമ്പോൾ മുറിക്കകത്ത് കയറി കഥകടച്ച് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നല്ലവരായിട്ടുള്ള ഉണ്ണികൾ ലഹരിക്കെതിരെ പോരാടുക, ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവർ തന്നെ ഉപയോഗിച്ച് അവർ തന്നെ നശിക്കുന്നു. പിന്നെ കൂടെയുള്ള കുറെ ആൾക്കാരെ നശിപ്പിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ അധികം നന്മ മരങ്ങൾ വീണുകൊണ്ടിരിക്കുന്നു. ഇനിയും കുറെ പേരെ പിടിക്കാനായിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ ഉറക്കം വരാതിരിക്കാനായിട്ട് ഇതൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉറക്കം വരാതിരിക്കാനായിട്ടുള്ള മരുന്നാണല്ലോ ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സ്. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടമാടുകയാണ്. കാരണം ഇത് ഉപയോഗിക്കുന്ന കുറെ ആളുകളുണ്ട്. അത് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. സത്യം പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോഴെങ്കിലും വന്നത് നന്നായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താകും, നമ്മുടെ യുവതലമുറയുടെ അവസ്ഥ എന്താകും ഒന്ന് ആലോചിച്ച് നോക്കൂ. കേട്ടുകേൾവി പോലുമില്ലാത്ത ലഹരികളൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ യുവതലമുറയുടെ ചോരകളിലൂടെ ഒഴുകുന്നത്, അല്ലെങ്കിൽ വലിച്ചു കയറ്റുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഇത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല എന്നുള്ളതാണ്. ഇത്രയും ലഹരി ഈ കേരളത്തിലേക്ക് ഒഴുകുന്നു. അപ്പോൾ ഇവിടുത്തെ ഉപയോഗം എത്രമാത്രമായിരിക്കും? എന്തായാലും വിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും ഉപയോഗിക്കുന്നവനെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഒപ്പം ഇവിടെ യുഎയിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതിശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാനാണെങ്കിൽ ഇവിടെയും ശക്തമായിട്ടുള്ള നടപടികളാണ്. ഇവിടുത്തെ അവസ്ഥ അറിയാലോ, പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറലോകം കാണത്തില്ല, എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ രാജ്യത്തേക്ക് പിന്നീട് ഒരിക്കലും വരാത്ത രീതിയിൽ ഡീപ്പോർട്ട് ചെയ്യും. ശക്തമായിട്ടുള്ള നിയമ നടപടികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് പ്രവാസി സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ ലഹരി സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ മറ്റു പല ലഹരികൾ ഉപയോഗിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് നിർത്തുക. എന്തിനാണ് വെറുതെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത്? ചുറ്റുമുള്ളവർക്കും ബുദ്ധിമുട്ടാകും, നിങ്ങളുടെ ജീവിതം നശിക്കും, നിങ്ങളുടെ ഫാമിലിയുടെ ജീവിതം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ. അതുകൊണ്ട് ഉപയോഗിക്കുന്നവരും വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുക.